കൂട്ടുകാരെ നമസ്കാരം. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AP സ്കൂളിലെ ഓൺലൈൻ റേഡിയോ പ്രക്ഷേപണമായ ബാലവാണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആരാധ്യ JP ഫ്രം 6th സ്റ്റാൻഡേർഡ്. വൈദ്യശാസ്ത്ര രംഗത്ത് കേരളത്തിന്റെ യശസ്സുയർത്തിയ പ്രതിഭാശാലി ഡോക്ടർ MS വല്യത്താൻ അന്തരിച്ചു. പരമ്പരാഗതവും ആധുനികവുമായി വൈദ്യശാസ്ത്ര ചികിത്സാ സമ്പ്രദായങ്ങളെ സമന്വയിപ്പിച്ച് മുന്നോട്ടു പോയ ജനകീയനായിരുന്നു അദ്ദേഹം. വൈദ്യശാസ്ത്ര രംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകളെ മാനിച്ച് രാജ്യം പത്മഭൂഷൺ, പത്മശ്രീ ബഹുമതി നൽകി ആദരിക്കുകയുണ്ടായി. ചികിത്സയുടെയും സേവനത്തിന്റെയും നൈതികതയും മനുഷ്യസ്നേഹവും കാത്തുസൂക്ഷിച്ച ആ വലിയ മനുഷ്യന്റെ വേർപാടിൽ ബാലവാണി അഗാധമായി ദുഃഖം രേഖപ്പെടുത്തുന്നു. ഇത് ബാലവാണി 170-ാം എപ്പിസോഡ്. അതിഥിയെ പരിചയപ്പെടുത്തുന്നു പ്രിയ പ്രധാന അധ്യാപിക സിസ്റ്റർ ഷീന ജോർജ്. നമസ്കാരം. ഇന്ന് നമ്മുടെ അതിഥിയായി ബാലവാണിയിലെത്തിയിരിക്കുന്നത് അധ്യാപികയും നവമാധ്യമ എഴുത്തുകാരിയുമായ MA ദേവിക ടീച്ചറാണ്. ലാളിത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മകുടമായ ദേവിക ടീച്ചർ നമ്മുടെ നവീൻ സാറിൻ്റെ പ്രിയ പത്നിയാണ്. നല്ലൊരു പ്രഭാഷകയും സാംസ്കാരിക പ്രവർത്തകയുമായ ദേവിക ടീച്ചറെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം നിങ്ങൾ ഒത്തിരി കഥകളും കവിതകളും ഒരുപാട് പ്രസംഗങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വായനാ ദിനവുമായി ബന്ധപ്പെട്ട് പുസ്തകങ്ങളല്ലാത്ത ഒരുതരം വായനയെക്കുറിച്ചാണ്. നമുക്കറിയാം, പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ആരോ എഴുതി വെച്ച കഥകളും കവിതകളും വിവരങ്ങളും ലേഖനങ്ങളും ഒക്കെയാണ് അല്ലേ? എന്നാൽ വായന എന്ന് പറയുന്നത് പുസ്തകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണോ? നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിയാവാൻ, ഒരു കൂട്ടുകാരനാവാൻ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുസ്തകത്തിന് സാധിക്കും. എന്നതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള എല്ലാ മനുഷ്യരെയും ഏറ്റവും മനോഹരമായ ഒരു പുസ്തകം പോലെ വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കൂടെയുള്ള മനുഷ്യരെല്ലാം? നിങ്ങളുടെ അച്ഛനെ, അമ്മയെ, നിങ്ങളുടെ ചേട്ടനെ, ചേച്ചിയെ, അനിയത്തിയെ, അനിയനെ, നിങ്ങളുടെ കൂട്ടുകാരെ, നിങ്ങളുടെ അധ്യാപകരെ, നിങ്ങൾ എന്നും കാണുന്ന എത്രയോ മുഖങ്ങൾ ഉണ്ടായിരിക്കും. അവരെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടോ? അതെങ്ങനെയാണ് വായിക്കുന്നതെന്നാണോ? ഇനി മുതൽ നമുക്ക് അങ്ങനെ ഒരു വായന ആരംഭിച്ചാലോ? നമുക്ക് ചുറ്റുമുള്ള എല്ലാ മനുഷ്യരെയും നമുക്കൊരു പുസ്തകം പോലെ വായിക്കാൻ നോക്കാം. നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ നമ്മളോടൊരു കാര്യം പറയുമ്പോൾ അവരുടെ മുഖം എങ്ങനെ ഇരിക്കും? അവരുടെ കണ്ണുകൾ എങ്ങനെ ഇരിക്കും? അവർക്കൊരു ദുഃഖം വരുമ്പോൾ, അവർക്ക് സന്തോഷം വരുമ്പോൾ അവരുടെ മുഖം എങ്ങനെ ഇരിക്കും? നമുക്കത് പെട്ടെന്ന് മനസ്സിലാവുമോ? അമ്മ എന്താ അമ്മ വിഷമിച്ചിരിക്കുന്നേ? അമ്മ എന്താ അമ്മ സന്തോഷിക്കുന്നേ? അമ്മ എന്താ അമ്മ ആലോചിക്കുന്നേ എന്നൊക്കെ നമ്മൾ നമ്മുടെ അമ്മമാരോട് ചോദിക്കാറുണ്ടോ? നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ ഒരു സങ്കടം വരുമ്പോൾ അവർ സങ്കടപ്പെട്ടിരിക്കുവാൻ നമുക്ക് മനസ്സിലാവാറുണ്ടോ? അതും നമ്മൾ പിന്നെ അവരെ കളിയാക്കോ? അതോ അവർ സങ്കടപ്പെട്ടിരിക്കുന്ന അതേ കാരണം പറഞ്ഞ് നമ്മൾ പിന്നെ അവരെ സങ്കടപ്പെടുത്തൂ? അപ്പൊ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലൊരു പുസ്തകം പോലെ നമുക്ക് ചുറ്റുമുള്ള എല്ലാ മനുഷ്യരെയും നമുക്ക് ഭയങ്കര ഭംഗിയോട് കൂടിയിട്ട് വായിക്കാൻ പറ്റും. മനുഷ്യരെ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രകൃതി, നമ്മുടെ രാവിലെ എണീക്കുമ്പം മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ നമ്മൾ എന്തെല്ലാം ഭംഗിയുള്ള കാഴ്ചകൾ കാണും. അതൊക്കെ നിങ്ങൾ വായിക്കാൻ നോക്കിയിട്ടുണ്ടോ? രാവിലെ എണീക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക്, ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ എന്തൊക്കെ കാണുന്നു എന്നൊന്ന് വായിച്ചു നോക്കിക്കേ. നല്ല ഭംഗിയുള്ള ആകാശം കാണും, നല്ല പക്ഷികളെ കാണും, അവരുടെ മധുരമനോഹരമായ പാട്ടുകൾ കേൾക്കും, നല്ല കാറ്റുണ്ടാകും, മഴയുണ്ടാകും, ഭയങ്കര ഭംഗിയുള്ള പൂക്കൾ വിടർന്നിട്ടുണ്ടാകും, ചില പൂക്കൾ വാടിപ്പോയിട്ടുണ്ടാകും, ചിലതിൽ പുതിയ ഇലകൾ വന്നിട്ടുണ്ടായിരിക്കും അല്ലേ? ചിലതിൽ ഓരോ പക്ഷിക്കുഞ്ഞുങ്ങൾ കൂട് വെച്ചിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം നമുക്ക് വായിക്കാൻ പറ്റാറുണ്ടോ? ഇനി തൊട്ട് നമുക്ക് അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കാം. നിങ്ങൾ സ്കൂളിലേക്ക് വരുന്ന വഴി ചുറ്റിനുള്ള എല്ലാ പ്രകൃതിയിലേക്കും മരങ്ങളിലേക്കും ഒക്കെ ഒന്ന് കണ്ണു തുറന്ന് നോക്കിക്കേ. എന്തൊക്കെയായിരിക്കും നമ്മളെ കാത്തങ്ങനെ ഓരോ സ്ഥലത്തും ഇരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം നമ്മൾ കാണുന്ന കാഴ്ചകളെല്ലാം വലിയൊരു പുസ്തകം പോലെ നമുക്ക് നമ്മുടെ
അച്ഛനോടും അമ്മയോടും കൂട്ടുകാരോടും ഒക്കെ പറയാൻ നോക്കിയാലോ? അപ്പം എത്ര എത്ര കഥകൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാനുണ്ടായിരിക്കും. ഒരു ഡയറി എടുത്ത് നമ്മൾ അന്ന് കാണുന്ന കാഴ്ചകളും നമ്മൾ അന്ന് ആദ്യമായിട്ട് ശ്രദ്ധിച്ച കാര്യങ്ങളും നമ്മുടെ കൂട്ടുകാരിയുടെ മുഖത്ത് നിന്ന് വായിച്ച കാര്യങ്ങളും എല്ലാം ഒന്ന് എഴുതി നോക്കിക്കേ. അങ്ങനെ നിങ്ങൾ ഒരു 365 ദിവസം സ്ഥിരമായിട്ട് എഴുതി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഒരു പുസ്തകം നിറയെ നിങ്ങൾക്ക് എന്തെഴുതാൻ പറ്റും? കഥകളും കവിതകളും ഒക്കെ എഴുതാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു വായനക്കാർ മാത്രമല്ല, നല്ലൊരു എഴുത്തുകാരും കൂടി ആവാൻ പറ്റും. ഇങ്ങനെ ഒരു ഡയറി ഉണ്ടാക്കി എല്ലാ ദിവസവും കൂട്ടുകാരെയും ടീച്ചർമാരെയും അച്ഛനെ അമ്മേനെയൊക്കെ വായിച്ചു കേൾപ്പിച്ചാൽ മാത്രം മതിയോ? നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇന്നൊരു പ്രോമിസ് ചെയ്യാം, ഇന്നൊരു പ്രതിജ്ഞ എടുക്കാം. എന്താണ്? ഈ ഒരു വായനാ ദിനമൊക്കെ കഴിഞ്ഞ് ഒരു മാസമൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇത് മറന്നു പോകുമ്പോൾ നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ഈ കൊച്ചു വായനകളും ഡയറിയും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോകും. എല്ലാ ദിവസവും നമ്മൾ ചുറ്റുമുള്ള എല്ലാത്തിനെയും നിരീക്ഷിക്കും, അതെല്ലാം ഡയറിയിൽ എഴുതും, നമ്മുടെ കഥകൾ കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കും. അതുമാത്രമാണോ, അടുത്ത വായനാ ദിനാവുമ്പോഴേക്കും ജൂൺ മാസത്തിൽ ഈ പുസ്തകം നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ നമ്മുടെ റേഡിയോയിൽ അവതരിപ്പിക്കും. നിങ്ങളെല്ലാവരും അവതരിപ്പിക്കണം കേട്ടോ. ഏറ്റവും നല്ല കഥ പറയുന്ന മിടുക്കി കുട്ടികൾ ആരാണ്, മിടുക്കി കുട്ടന്മാരാരാണ് എന്നൊക്കെ നമുക്ക് അപ്പം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വായനാ ദിനത്തിൽ നമുക്ക് പിന്നെയും കാണാം. പുസ്തക വായനയോടൊപ്പം ചുറ്റുപാടിനെ നിരീക്ഷിച്ച് പ്രകൃതി കാഴ്ചകൾ ആസ്വദിച്ച് ഡയറി കുറിപ്പുകളും കഥയും കവിതയും ഒക്കെ എഴുതി നല്ല വായനക്കാരായി എഴുത്തുകാരായി വളർന്നു വരണമെന്ന് നമ്മോട് പറഞ്ഞുകൊണ്ട് ഇത്തിരി നേരം ഞങ്ങളോടൊപ്പം കൂട്ടുകൂടിയ പ്രിയ ദേവിക ടീച്ചറിന് നന്ദി പറയുന്നു. ഒത്തിരി സ്നേഹത്തോടെ, അതിലേറെ ആദരവോടെ. വിദ്യാലയ വാർത്തകൾ. നമസ്കാരം. എല്ലാ ബാലവാണി ശ്രോതാക്കളെയും വിദ്യാലയ വാർത്തകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ വാർത്തകൾ ചുരുക്കത്തിൽ. ജൂലൈ 5 ബഷീർ ദിനം വ്യത്യസ്തമാർന്ന പരിപാടികളോടുകൂടി സ്കൂളിൽ ആഘോഷിച്ചു. ബഷീറിന്റെ പ്രശസ്ത കഥയായ പൂവൻ പകഴം മികവാർന്ന രീതിയിൽ കുട്ടികൾ രംഗാവിഷ്കാരം ചെയ്തത് ശ്രദ്ധേയമായി. ബഷീറിന്റെ കഥാപാത്രങ്ങളായ പാത്തുമ്മയും നാരായണിയും മജീദും സുഹറയും എല്ലാം കുട്ടികളിലൂടെ ജീവൻ വെച്ചു. പാത്തുമ്മയുടെ ആടിന്റെ രംഗാവിഷ്കാരത്തിന് വേണ്ടി കൊണ്ടുവന്ന ആട് കുട്ടികളിൽ കൗതുകമുണർത്തി. ഡൂഡേ ക്ലബിന്റെ നേതൃത്വത്തിൽ ബഷീറിന്റെയും ബഷീർ കഥാപാത്രങ്ങളുടെയും ചിത്രവരയും സ്കൂളിൽ സംഘടിപ്പിച്ചു. സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജൂലൈ 5 വെള്ളിയാഴ്ച സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നു. സ്കൂൾ ലീഡർ, ഡെപ്യൂട്ടി ലീഡർ സ്ഥാനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത്. കുട്ടികളെല്ലാവരും വളരെ ആവേശത്തോടെ തിരഞ്ഞെടുപ്പിൽ പങ്കാളികളാവുകയും അവരുടെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. സ്കൂൾ റെഡ് ക്രോസ് സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികൾ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സ്കൂൾ ലീഡറായി ശ്രീവേദ് കെവിയെയും ഡെപ്യൂട്ടി ലീഡറായി ഹരിനന്ദിനെയും തിരഞ്ഞെടുക്കപ്പെട്ടു. വായനാ ദിനത്തിന്റെ ഭാഗമായി LP UP വിഭാഗത്തിൽ സംസ്കൃതം കയ്യെഴുത്ത് മത്സരം സംഘടിപ്പിച്ചു. ക്ലാസ് തലത്തിൽ വെച്ച് നടത്തിയ മത്സരത്തിൽ 3ാം ക്ലാസ്സിൽ നിന്നും ജിയ ജിതേഷ് 1ാം സ്ഥാനവും സ്വാന്തന, ഉത്തര എന്നിവർ 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. 4ാം ക്ലാസ്സിൽ നിന്നും നൈതിക 1ാം സ്ഥാനവും നീലാഞ്ജന, ആരാധ്യ പട്ടേൽ എന്നിവർ 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. UP വിഭാഗം 5ാം ക്ലാസ്സിൽ നിന്നും ആരാധ്യ 1ാം സ്ഥാനവും ആരവ്, നിവേദ്യ എന്നിവർ 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. 6ാം ക്ലാസ്സിൽ നിന്നും നീലാംബരി 1ാം സ്ഥാനവും വൈകാലക്ഷ്മി, ആർദ്ര കെ, സനൂപ് എന്നിവർ 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. 7ാം ക്ലാസ്സിൽ നിന്നും ആരാധ്യ KV 1ാം സ്ഥാനവും ദിൽഷ, അശ്മിത എന്നിവർ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. വായനാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ഉറുദു പോസ്റ്റർ നിർമ്മാണത്തിൽ മത്സരത്തിൽ ഫാത്തിമ തമീം 1ാം സ്ഥാനവും ഫൈസ സഫീർ, അലീമ അബൂബക്കർ എന്നിവർ 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ഉറുദു വായനാ മത്സരത്തിൽ മഹ്ഫൂസ്, ഫാത്തിമ തമീം എന്നിവർ 1ാം സ്ഥാനവും സൽവ തനസ്, സയ്യാനത്ത് ഫാത്തിമ എന്നിവർ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. അലിഫ് അറബിക് ടാലന്റ് ടെക്സ്റ്റ് സ്കൂൾ തലം ജൂലൈ 10 ബുധനാഴ്ച സംഘടിപ്പിച്ചു.
LP വിഭാഗത്തിൽ സൈനബ ബീവി 1-ാം സ്ഥാനവും ഖദീജ റുവ, മുഹമ്മദ് ഷാഫി എന്നിവർ 2-ാം സ്ഥാനവും കരസ്ഥമാക്കി. UP വിഭാഗത്തിൽ ഫാത്തിമ സഫ 1-ാം സ്ഥാനവും ഫാത്തിമത്ത് ആഫിയ, ഹർഫ എന്നിവർ 2-ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് സ്കൂളിന്റെ അഭിനന്ദനങ്ങൾ. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. കൂടുതൽ വാർത്താ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച. നന്ദി. ഇനി കേൾക്കാം വാർത്തകൾ ഇംഗ്ലീഷിൽ. Welcome back once again to this week's news subject. I am Parvana from 7th standard. This week went very well, celebrating a whole month on Reading Week. Along with the July 5th Bashir Memorial Day, the Malayalam Club has organized an assembly showing the illustrations of Vaikom Muhammad Bashir. The students were able to recognize the characters and they could know the value of his writings, the language element he used in his books. The caricatures of Bashir were drawn by Naveen Sir and Jitesh Sir. On the same day, we had our school parliament election for the year 2024-25 conducted by the social club. It went very well. Srivet KV of 7D has our school leader and Harinand K, our 6th B, has our deputy leader. Congratulations both of you. We hope you both will do the best to our school. Among the language, the Urdu club has conducted a reading competition. The winner were Mahfuz, Fatima Tamim, Salvatanas and Ziyanat Fatima. And a poster making competition was also held in which Fatima Tamim, Fiza Zahir and Alima Abubakar secured the first, second and third position. The competitions were conducted also by the Sanskrit Club for handwriting from 7th standard. Aradha KP, Dilsha K and Ashmita K got the prominent position, while from 6th standard Neelambari, Vaigalakshmi and Ardha K Sanub and 2 from 3rd standard Jia Jitesh, Swantana and Vitira got position respectively. From 5th standard, Aradhya, Arab and Nivedya got first, second and third. From 4th standard, Nainika, Neelananjana and Aradhya Patel secured first, second and third position respectively. Alif Talent Test 2024 was held in the school level, and in winners from UP section are Fatimat Safa, Fatimat Afia and Farha BC, while in LP section Zainiba VV secured first and the second position was shared by 2 Khadija Ruwa and Muhammad Shafi MTP. Yeah, that was another week celebrating each and every day with a hope of joy and happiness. Along with academic section, such programs are really motivating to the students. That all at now. Till then, this is Parvana signing off. Bye bye. കഥ കേൾക്കാനും പറയാനും നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതാ 5ാം തരത്തിലെ ആദിത്യൻ ഒരു കഥ പറയുന്നു. ഞാൻ ആദിത്യൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇവിടെ ഒരു കഥ പറയട്ടെ. കഥയുടെ പേരാണ് കുരങ്ങും പൂച്ചകളും. ഒരു ദിവസം ഒരു പൂച്ച ഭക്ഷണം തേടി അലഞ്ഞു. ഒടുവിൽ ഒരു വീട്ടിൽ കടന്ന് ഒരു കേക്ക് എടുത്ത് ഒരു വിജന പ്രദേശത്തേക്ക് പോയി. ആ സമയത്ത് വേറെ ഒരു പൂച്ച അവിടെ എത്തി. 2 പൂച്ചകളും അപ്പത്തിന് വേണ്ടി കലഹിച്ചു. ആ സമയത്ത് ഒരു കുരങ്ങ് അവിടെ എത്തി. പൂച്ചകൾ കുരങ്ങിനോട് കേക്ക് സമമായി പങ്കിട്ടു കൊടുക്കാൻ അപേക്ഷിച്ചു. കുരങ്ങ് ഒരു കടി കടിച്ചു. ഒരു ഭാഗം അല്പം വലുതാണ് എന്ന് പറഞ്ഞ് വീണ്ടും കടിച്ചു. അടുത്ത ഭാഗം അല്പം ചെറിയതായി എന്ന കാരണം കാണിച്ചു വലിയ ഭാഗം വീണ്ടും കടിച്ചു. ഈ പണി പല പ്രാവശ്യം ആവർത്തിച്ചു. ഒടുവിൽ കേക്ക് മുഴുവനും കുരങ്ങ് കടിച്ചു തിന്നു. പൂച്ചകൾക്ക് ഒന്നും കിട്ടിയില്ല. അടുത്തൊരു മാപ്പിളപ്പാട്ടാണ് പാടുന്നത് ഇഷ പ്രവീൺ ഫ്രം 6th സ്റ്റാൻഡേർഡ്.
ഒളിചന്ദ്രപൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ, മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹമൂദ ത്വാഹ ജനിച്ചതല്ലേ. യാ നബി സലാം, യാ റസൂൽ സലാം, ഹാത്തിമുൻ നബി അവരില്ലായിരം സലാം. ഒരു ചന്ദ്രപൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ, മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹമൂദ ത്വാഹ ജനിച്ചതല്ലേ. യാ നബി സലാം, യാ റസൂൽ സലാം, ഹാത്തിമുൻ നബി അവരില്ലായിരം സലാം. ഒളിത്തിളങ്ങിയ മണിവിളക്കതു മഹീഴുമഴകേ, തെളിവാർത്തിടും മഹീതല്ല നീ മധുര ദുഃഖനിയേ. ഒളിതിളങ്ങിയ മണിവിളക്കതു മഹീഴുമഴകേ, തെളിപാർത്തിടും മഹീതല്ല നീ മധുര ദുഃഖനിയേ. ത്വാഹ നബിയേ, മലർത്താജ നബിയേ, താരപ്രഭയിൽ തളിർ പൂവിനഴകേ. ത്വാഹ നബിയേ, മലർത്താജ നബിയേ, താരപ്രഭയിൽ തളിർ പൂവിനഴകേ. ഒളിചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ, ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ, മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹമൂദ ത്വാഹ ജനിച്ചതല്ലേ. താങ്ക് യു. ഇനിയൊരു ചലച്ചിത്ര ഗാനം ആസ്വദിച്ചാലോ? കരുമാടിക്കുട്ടൻ എന്ന സിനിമയിലെ ഒരു ഗാനം നമുക്കായി ആലപിക്കുന്നു 5ാം തരത്തിലെ ഇഷാനി. എൻ്റെ പേര് ഇഷാനി, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ഞാൻ കരിമാടിക്കുട്ടൻ എന്ന സിനിമയിലെ ഒരു ഗാനം ആലപിക്കുന്നു. വാ വാ താമര പെണ്ണേ, നീ എൻ പൂങ്കരളല്ലേ, വാ വാ താമര പെണ്ണേ, നീ എൻ പൂങ്കരളല്ലേ, കൂടെ കളിക്കാൻ വാ, ഓ താളം തുള്ളാൻ വാ, കുട്ടനാടൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ടു പാടാൻ വാ, കുട്ടനാടൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ടു പാടാൻ വാ. വാ വാ താമര പെണ്ണേ, നീ എൻ പൂങ്കരളല്ലേ, കൂടെ കളിക്കാൻ വാ, ഓ താളം തുള്ളാൻ വാ, കുട്ടനാടൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ടു പാടാൻ വാ, കുട്ടനാടൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ടു പാടാൻ വാ. അക്കരയുണ്ടൊരു ചക്കരമാവ് കൊമ്പു നിറച്ചും മാങ്ങ, അയ്യടിച്ചി കള്ളേ, അക്കരയുണ്ടൊരു ചക്കരമാവ് കൊമ്പു നിറച്ചും മാങ്ങ, അക്കരയുണ്ടൊരു ചക്കരമാവ് കൊമ്പു നിറച്ചും മാങ്ങ, ചക്കരക്കുട്ടി നീ കൂടെ വന്നാൽ മാങ്ങ പറിച്ചു തരാം, ചക്കരക്കുട്ടി നീ കൂടെ വന്നാൽ മാങ്ങ പറിച്ചു തരാം, നല്ല മാങ്ങ പറിച്ചു തരാം. വാ വാ താമര പെണ്ണേ, നീ എൻ പൂങ്കരളല്ലേ, കൂടെ കളിക്കാൻ വാ, ഓ താളം തുള്ളാൻ വാ, കുട്ടനാടൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ടു പാടാൻ വാ, കുട്ടനാടൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ടു പാടാൻ വാ. കൊക്കര കൂവുന്ന പൂവങ്കോഴി തക്കിട തരികിട താറാവോ, കൊക്കര കൂവുന്ന പൂവങ്കോഴി തക്കിട തരികിട താറാവ്, കൊക്കര കൂവുന്ന പൂവങ്കോഴി തക്കിട തരികിട താറാവ്, തിന്തിനം പാടാനി കൂടി വന്ന കരിമാടിക്കുട്ടനി തന്തോയം, തിന്തിന പാടാനി കൂടെ വന്ന കരിമാടിക്കുട്ടനി തന്തോയം, ഈ കരിമാടിക്കുട്ടന് തന്തോയം. വാ വാ താമര പെണ്ണേ, നീ എൻ പൂങ്കരളല്ലേ, കൂടെ കളിക്കാൻ വാ, ഓ താളം തുള്ളാൻ വാ, കുട്ടനാടൻ കൊച്ചു തമ്പുരാട്ടി ഒരു പാട്ടു പാടാൻ 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 വാ. 7th അഫ്സീന എത്തിയിരിക്കുന്നത് അറബി പദ്യം ചൊല്ലാനാണ്. ഇതാ കേട്ടോളൂ. യാ സ്വാഹി ശമ്മിർ ദൗമൻ ബിൽ ഉലൂവി ഷാന, യാ ഹുബ്ബി സയക സൗവിൻ ലിൽ ഹുനൂബി ബാന, ഷാമിഹൻ വസ്വാഹിലൻ ഫിൽ ഫലാഹി സ്വാന, ഷാമിഹൻ വസ്വാഹിലൻ
في الفلاح صانا راجعا راهبا في صلاح بينا إن حمية فيها هي الدواء فينا إن جنايا غيرا شات فيها انهانا إن جنايا غيرا شات فيها انهانا الله لذا تحمينا الله منها تنجينا الله لذا تحمينا الله منها تنجينا الله لذا تحمينا الله منها تنجينا يا صاحي شمر دوما بالألوف شانا يا حبي سايك سوٍ للهنوب بانا هربا بينهم في اللحم كان كدما لي كنتي هربا بينهم في اللحم كان كدما لي كنتي فتى به تحابب مع الفهادي تحافري تساود مع الفهادي خسر الديبا طابا كل حبا عاشا كل دين فاها فيه مهتا راها توبا توبا لذا إكوانا نحن بذا توبا دا إكوانا نحن بذا يا صاحي شمر دوما بالألوف شانا يا حبي سايك سوٍ للهنود بانا صيتا يشهر في الفهر كان كدما لكندي صيتا يشهر في الفهر كان كدما لكندي سهافري تساود مع الفهري سهافري تساود مع الفهري ليس العذب بيننا نرجونا ما وطنا كل أناس يتحدوا في الكواكل يفترفوا توبا لا أمي هوانا نحن بذا توبا لا أمي هوانا نحن بذا يا صاحي شمر دوما بالألوف شانا يا حبي سايك سوٍ للهنوب بانا പോയ കാലത്തെ അതായത് കുട്ടിക്കാലത്തെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് ഗ്രേസ് ടീച്ചർ എഴുതിയ കവിത ടീച്ചർ തന്നെ ചൊല്ലുകയാണ്. കേട്ടാലോ? ഓർമ്മയിലെ ഒരു സ്കൂൾ കാലം. പുസ്തക സഞ്ചി കയ്യിലേന്തി നീങ്ങുന്നു ബാലിക ബാലകന്മാർ. റോഡായ റോഡൊക്കെ സ്വന്തമാക്കി നീങ്ങുന്നു വിദ്യ തൻ ഭൂവിലേക്ക്. ഇണങ്ങിപ്പിണങ്ങിയും നീങ്ങിടുന്നു തോളോട് തോൾ ചേർന്നു നീങ്ങി മെല്ലെ. പാറിപ്പറക്കുന്ന തുമ്പിയെയും സ്വന്തമാക്കിയിടാനായി നീങ്ങി പിന്നെ. കൊമ്പിലെ കുയിലിൻ്റെ പാട്ടിനൊത്ത് താളം പിടിച്ചു നടന്നു പിന്നെ. മാമ്പഴച്ചോട്ടിലെ കോടി നടന്നും കുഞ്ഞുണ്ണി മാങ്ങ പെറുക്കി രുചിച്ചും പുളികൊണ്ട് മിഴിയൊന്നിറുക്കി കാണിച്ചും ചവർപ്പും മധുരവും ഒന്നായി രുചിച്ചും കാറ്റൊന്നു വീശിത്തിമിർത്തിടാനായി മനമേറെ ആശിച്ചു നീളെ നീളെ. ചറപാറ വീഴുന്ന മാങ്ങ പെറുക്കിടാൻ തട്ടിയും മുട്ടിയും മാഞ്ചുവട്ടിൽ. ആമ്പൽ കുളത്തിലെ ആമ്പൽ പറിച്ചും അല്ലി പറിച്ചു ചവച്ചു നീളെ. കുളിരുള്ള കുളത്തിലെ നീരുകളെ കോരിയെറിഞ്ഞു നനച്ചു പിന്നെ. കടലാസു തോണികൾ പെട്ടെന്നൊരുക്കാനായി പൈതങ്ങളൊക്കെയും വെമ്പൽ കൊണ്ടു. ബാക്കി വന്നോര പുളിമരച്ചോട്ടിലും കാലൊന്നു വെച്ചിടാൻ മോഹമേറി.
കുഞ്ഞു പൈതങ്ങളെ സ്വന്തമാക്കിയിടാനായി കനിവോടെ പുളിമാരം പെയ്തുവല്ലോ. പുളിയെ രുചിച്ചും കൊട്ട നിറച്ചും പുളിമരച്ചോട്ടിൽ വണങ്ങി നിന്നപ്പോൾ പെട്ടെന്നൻ മാനം ഞെട്ടി നീളേ, പെട്ടെന്നൻ മാനം ഞെട്ടി നീളേ. ഓടിക്കിതച്ചും ഭയന്നു വിറച്ചും എത്തിയൻ സ്കൂൾ അങ്കണത്തിൽ. കലിതുള്ളി കയ്യിൽ വടിയുമായി നിൽപ്പുണ്ട് നീളത്തിലൻ ഗുരുനാഥൻ. ഭയമോടെ ചാരത്ത് നീങ്ങിയപ്പോൾ ചടപട പൊട്ടി വടിയുടെ നാദം. അടികൊണ്ട ഭാഗം പതുക്കെ തഴുകി തേങ്ങി എൻ മാനം നീളെ നീളെ. അടികൊണ്ട ഭാഗം പതുക്കെ തഴുകി തേങ്ങി എൻ മാനം നീളെ നീളെ. തേങ്ങി എൻ മാനം നീളെ നീളെ. ഇതോടുകൂടി ബാലവാണി 170 എപ്പിസോഡ് പൂർണ്ണമാകുന്നു. വീണ്ടും കേൾക്കാൻ കാത്തിരിക്കുക.